കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവാ, എങ്ങോട്ട് പുറത്തേക്ക് പോയി മോനെ? മോനെ ചേട്ടാ, ആരായിരുന്നു അത്? ദേവേട്ടനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഒന്നും പറ്റിയില്ല. ഇപ്പൊ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ? എന്റെ മംഗല്യത്തിന് ആപത്തുണ്ടാവുന്ന പറഞ്ഞ് അങ്ങനെ ഒരു ശ്രമല്ലേ ഇപ്പൊ നടന്നേ? ഏത് സ്വാമിജി അങ്ങനെ പറഞ്ഞു? ഈ ക്ഷണം തുടങ്ങി ആപത്ത് കൂടെ തന്നെ ഉണ്ടാവും, സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. ഇപ്പൊ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ അയാള് കത്തിയെടുക്കുന്ന ഞാൻ കണ്ടതാ. ദേവേട്ടനെ കുത്താനും നോക്കിയതാ. കത്തിയെടുത്തുന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടതാ, അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ അയാൾ ഉറപ്പായിട്ടും കുത്തിയേനെ. ദേവേട്ടനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ തന്നെ അയാളെത്തി. എനിക്ക് വളരെ പേടിയാവുന്നുണ്ട് അച്ഛാ. വൈദേഹി, അയാള് മോഷ്ടിക്കാൻ വന്നൊരു കള്ളനാ, അല്ലാതെ എന്നെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും അയക്കൊണ്ടെന്ന് തോന്നുന്നില്ല. അല്ല ദേവേട്ട, ആ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ നടന്നില്ലേ? പറഞ്ഞിട്ട് പോയിട്ട് ഒത്തിരി നേരമായില്ല, അപ്പോഴേക്കും കൊലപാതക ശ്രമം. ആരും ദേവേട്ടനെ വകവരുത്താനായി നോക്കുന്നുണ്ട്. കൊല്ലേണ്ടിയിരുന്നത് ആ കിളവനെ ആയിരുന്നില്ല, അവന്റെ ആ ഇളയ മോനെയാ. ആ ദേവനെയാണ് ആദ്യം കൊല്ലേണ്ടത്. ശരിയാണല്ലോ ദേവ, ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അന്ന് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ, അവർ തന്നെയായിരിക്കും ഇന്നും വന്നത്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അന്ന് അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് വരുണ. അപ്പൊ ഇതും വരുണിന്റെ പണി തന്നെ ആയിരിക്കോ? അല്ല, അവനെ ഇവിടൊന്നും കാണുന്നുമില്ലല്ലോ. ആള് വീട്ടിലില്ലെന്ന് തോന്നുന്നു. അപ്പോ അന്നവൻ പറഞ്ഞതുപോലെ ദേവനെ വകവരുത്താനുള്ള ശ്രമോ? അന്ന് എന്നെ ആക്രമിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും ഒരാൾ തന്നെ ആവാനാ സാധ്യത. എന്തോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല അച്ഛാ. എന്നെ കൊല്ലാനായിരുന്നു അയാളുടെ ഉദ്ദേശമെങ്കിൽ അയാൾ എന്റെ മുറിയിലേക്കല്ലേ വരണ്ടേ? ഇതിപ്പോ അവൻ എന്തിനാ മറ്റേ മുറിയിലേക്ക് പോയത്? അവൻ ശരിക്കും മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതാ. നമുക്ക് എന്തായാലും ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തേക്കാം. അന്ന് ദാസേട്ടനെ കൊല്ലാൻ ശ്രമിച്ചവരെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. നമ്മളെല്ലാവരും ആ കാര്യം ആ വഴിക്കങ്ങ് ഉപേക്ഷിച്ചു. ഈ പ്രാവശ്യം അതങ്ങനെ അവഗണിച്ചേക്കരുത്. വളരെ ശരിയാ. ഇതങ്ങനെ നിസ്സാരമായിട്ട് വിടേണ്ട ഒരു കാര്യമല്ല. അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ DSP വിളിച്ച് കാര്യം പറയട്ടെ. ഹലോ, DSP സാറല്ലേ? ഹേയ് ഊർമിള, ഉറക്കം വരുന്നില്ലേ? എന്റെ ഉറക്കം കെടുത്തിയത് നീയല്ലേ? ഞാനെന്ത് ചെയ്തു? ഓഹോ, ഞാൻ സ്വപ്നത്തിലും എത്തിയല്ലേ? എന്നിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തത്? വേണ്ടാത്തതൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഡയലോഗ് അടിക്കുന്നു. എന്താ ഇത്? ഞാൻ എന്ത് ചെയ്തു? ദേവനെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞപ്പോ അന്ന് അപമാനിക്കപ്പെട്ട ആവേശത്തിൽ വെറുതെ പറഞ്ഞാന്നാ ഞാൻ കരുതിയേ. പക്ഷേ ശരിക്കും നീ ഒരു അറ്റംപ്റ്റ് നടത്തിയില്ലേ വരുണേ? ഏയ്,
ഞാൻ എന്ത് അറ്റംപ്റ്റ് ചെയ്തു നിനക്കും വട്ടായോ? ഉം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പാതിരാത്രിക്ക് മതിൽ ചാടി ദേവനെ കൊല്ലാൻ നോക്കിയത് നീയല്ലേ? ഞാനോ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഊർമിളെ. ഞാനിപ്പോ ജസ്റ്റ് ഈ റൂമിലേക്ക് ഒന്ന് കയറിയതേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഈടായിട്ട് ഉറക്കം കുറവാ. ആഹാ, എന്നാ പിന്നെ ഇത് ഇവിടുന്ന് വന്നടാ. പറയ് വരുൺ, ഇത് എവിടുന്ന് വന്നു? മതില് ചാടിയ നീ അല്ലെങ്കിൽ മതില് ചാടിയവനിട്ട പർദ്ദ നിന്റെ റൂമിൽ എങ്ങനെ വന്നു? ഇതിന്റെ ഉത്തരം നീ എന്നോട് പറഞ്ഞേ പറ്റൂ. അത് ഇനി എന്നോട് ഒന്നും ഒളിപ്പിക്കാൻ നോക്കണ്ട. അതെ, ഞാൻ തന്നെയാ. എന്താപ്പോ? അപ്പോ ഞാൻ പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കയറിയില്ലെന്നർത്ഥം. ഒരാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം നിന്റെ മനസ്സിൽ കിടക്കുന്നത് വരെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഉദ്ദേശം നേടണമെന്നുണ്ടെങ്കിൽ ശത്രുവിനേക്കാൾ ഒരു മുഴം മുമ്പേ എറിയാനുള്ള ബുദ്ധി വേണം. അല്ലാതൊരു പേനാക്കത്തിയും കൊണ്ട് വല്ലവനെയും കൊല്ലാൻ നടന്നിട്ട് എന്ത് കാര്യം? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനെന്ന് ഉറപ്പാ. നാളെ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാനേ യോഗം ഉണ്ടാവും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞോടി, ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കോ? പർദ്ദ ഇട്ടുകൊണ്ട് അകത്ത് കിടന്നത് ഞാൻ തന്നെയാ. പക്ഷെ ഞാനൊരുത്തരം കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നെ ആ ചീട്ടുകളിക്കാരുടെ കടം വീട്ടാൻ കുറച്ച് കാശ് വേണമായിരുന്നു. അതിനെന്താ വഴിന്ന് നോക്കാനാണ് ഞാൻ അകത്ത് കയറിയത്. ആ ചെക്കിൽ കള്ളൊപ്പിട്ടത് അവര് പിടിച്ചെടുത്തില്ലേ? ഇനിയിപ്പോ കാശിന് വേറെ മാർഗമൊന്നുമില്ലല്ലോ. അതാ ഇങ്ങനെ ഗത്യന്തരമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഇതും വർക്കൗട്ട് ആയില്ലല്ലോ. പറയുന്നതൊക്കെ ന്യായമാണെന്ന് സമ്മതിക്കാം. എന്നാലും വീട്ടിനകത്തുനിന്ന് മോഷ്ടിക്കാൻ മതില് ചാടി പുറത്തുനിന്ന് വന്നെന്തിനാ? അതിനും കാരണമുണ്ടടി. മോഷണം കഴിയുമ്പോ പുറത്തുനിന്ന് ഏതോ ഒരു കള്ളം വന്ന് മോഷ്ടിച്ചു പോയെന്നല്ലേ പറയുള്ളൂ. ഇനിയിപ്പോ അതിന് പകരമായിട്ട് ഇരു ചെവി അറിയാതെ കുറച്ച് കാശെടുത്ത് മാറ്റിന്നിരിക്കട്ടെ. ഇവരെല്ലാം ആദ്യം സംശയിക്കുന്നത് എന്നെ തന്നെ ആയിരിക്കും. ഓൾറെഡി എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടല്ലോ. എന്തൊക്കെയാണെങ്കിലും നീ ചെയ്യുന്നതെല്ലാം അവസാനം പ്രശ്നത്തിലല്ലേ അവസാനിക്കുന്നത്? ഇന്ന് പോലും ഓൾമോസ്റ്റ് ആ കിളവൻ നിന്നെ പിടിച്ചു കഴിഞ്ഞതായിരുന്നു. ദയവ് ചെയ്ത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കും. എങ്ങനെങ്കിലും ആ കടത്തിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ നോക്ക്. പിന്നെ ആലോചിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. Take it slow, you know, there's no time for parties, and there's no time to say, and there's no time to party, no time to say, so much to love and no time to play, people that might think when they see നിന്റെ വാക്കാ എനിക്ക് എന്നും അവസാന വാക്ക്. കുറച്ചു മുമ്പ് അവരുടെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ എന്നെ തൊടാൻ നിന്റെ ഈ കൈകൾ ഉണ്ടാവുമായിരുന്നു. അതും ശരിയാ. എന്നെ നിന്റെ കയ്യിൽ ഒതുക്കാൻ നോക്കിയാ ഞാനും അതങ്ങ് തല്ലി ഒടിക്കും. മേലിൽ ആവർത്തിക്കരുത്. ഇവളെ മെരുക്കാനായിട്ട് എന്താ ഒരു വഴി? രാജ്യം എന്റേതായാൽ റാണി എന്റേതല്ലേ? വരൂ സാർ. നമസ്കാരം സാർ. നമസ്കാരം. DSP സാർ വിളിച്ചിരുന്നു. സാറിന്റെ സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞിരുന്നത്രേ. ആ അതെ, DSP എന്നെയും വിളിച്ചിരുന്നു. നിങ്ങളിരിക്കൂ. ദേവാ, ഒന്നിങ്ങ് വരൂ. എന്താ വിളിച്ച? ഇതെന്താ പോലീസുകാരൊക്കെ എന്നെ വല്ല സംശയം തോന്നി പിടിച്ചുകൊണ്ടു പോകാൻ വന്നതായിരിക്കോ? മോനെ, ഇവരിന്നു മുതൽ നിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി കൂടെ തന്നെ ഉണ്ടാവും. അത് ശരി, സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ? ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്കെന്തിനാച്ചാ സെക്യൂരിറ്റിയൊക്കെ? അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ രാത്രി നടന്ന കാര്യമൊക്കെ മറന്നുപോയോ? അതിപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുക. ആരെവിടെ നിന്ന് എപ്പം ആക്രമിക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. നമ്മുടെ സുരക്ഷ നമ്മളല്ലേ നോക്കണ്ടേ? അച്ഛൻ എന്തിനിങ്ങനെ കടന്ന് ചിന്തിക്കുന്നേ? ഇന്നലെ രാത്രി വന്നത് വേറൊരു കള്ളനായിരുന്നു അച്ഛാ. ഇനി അവൻ ഈ പരിസരത്തേക്ക് പോലും അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ദേവ. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കും അറിയില്ലല്ലോ. ഒന്ന് സൂക്ഷിക്കുന്നതല്ലേ നമുക്ക് നല്ലത്. ശരിയാ ദേവേട്ട,
രാത്രി സ്വാമിജി പറഞ്ഞതിനെ കുറിച്ചും ചിന്തിക്കുന്നത് നല്ലതാ. അയാള് ദേവേട്ടനെ കൊല്ലാൻ തന്നെ വേണ്ടി വന്നതാണെങ്കിലോ? പോലീസുകാര് ദേവേട്ടന്റെ കൂടെ ഉണ്ടാവട്ടെ. ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയതൊരു വലിയ സംഭവം ആക്കണ്ട. ശരിക്കും അവൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണെങ്കിൽ എന്നെ കണ്ടപ്പോ എന്തിനാ അവനെ ഇറങ്ങി ഓടിക്കളഞ്ഞത്? അത്രയും മൽപ്പിടുത്തം ഉണ്ടായിട്ടും അവനോട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കായിരുന്നല്ലോ. ഇൻസ്പെക്ടറെ, ഇതൊരു റോബറി അറ്റൻഡ് മാത്രമാ. ആ രീതിയിലൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മാത്രം മതി. എനിക്കിപ്പോ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. സോറി ഫോർ ദ ട്രബിൾ. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മോനെ. അച്ഛാ പ്ലീസ്, എനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ എന്നെ കൊല്ലാൻ തക്ക ശത്രുക്കളുണ്ടാവാൻ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ഇവിടെ കയറിയത് ആരാണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും താമസിയാതെ നമുക്ക് കണ്ടുപിടിക്കാം. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. ഓക്കെ സാർ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ ഇൻസ്പെക്ടർ. എന്നാ പിന്നെ വരട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. ദേവേട്ടാ, എന്തിനാ പോലീസുകാരെ പറഞ്ഞയച്ചേ? അവര് കൂടെ ഉണ്ടെന്ന് വെച്ചിട്ട് എന്താ? എല്ലാരേക്കാളും വലിയ പ്രശ്നം ഇപ്പൊ നീയാണല്ലോ വൈദേഹി. നീ പേടിക്കുന്നതും പോരാഞ്ഞിട്ട് എല്ലാരെയും പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യാം. മറ്റാരേക്കാളും അവക്ക് പേടിയുണ്ടാകുന്നില്ല. എന്താ തെറ്റ്? എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. ശരി ഇന്ദു, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അച്ഛാ, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. ഓഫീസിലോ? ഒറ്റയ്ക്കാണോ പോണേ? അയ്യോ അല്ല, 10-15 പേരെ കൊണ്ട് ജാതി ആയിട്ടങ്ങ് പോവാ. കൂടെ നീയും പോരെ. ദേവാ, എന്തിനാ നീ മോളോട് ദേഷ്യപ്പെടുന്നേ? ഇന്നലെ നടന്ന സംഭവത്തിൽ അവൾക്ക് വല്ലാതെ പേടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നേ. ശരി മോനെ, സൂക്ഷിച്ചു പോയിട്ട് വാ. ആയിക്കോട്ടെ അച്ഛാ, ഞാനെന്നാ പോയിട്ട് വരാം. ആ ബ്രദറേ, അല്ല ബ്രോ, ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയ സമയത്ത് ബ്രോ എവിടെയായിരുന്നു? ശരിയാ, വരുണ ഇന്നലെ കണ്ടില്ലായിരുന്നല്ലോ. എവിടെയായിരുന്നു നീ? അതെന്താ, ഞാനിന്നലെ എന്റെ മുറി കിടന്ന് ഉറങ്ങായിരുന്നു. അത്രയും ബഹളം നടന്നിട്ട് നിന്റെ ഉറക്കം തെളിഞ്ഞില്ലായിരുന്നോ? അജയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആ കള്ളം ഞാനാണെന്നാ? ഒരിക്കൽ തെറ്റ് ചെയ്തവനെല്ലാരും പിന്നെ സംശയത്തോടെ എപ്പോഴും നോക്കൂ. അതുകൊണ്ട് നിനക്ക് അത്ര ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിയാണമ്മേ. പഴയ കാര്യം വെച്ച് നോക്കുമ്പോ ഇക്കാര്യത്തിൽ വരുണനെ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇന്നലെ കള്ളം പുറത്തുനിന്നും മതില് ചാടിയല്ലേ അകത്ത് കയറിയത്. വരുണാണെങ്കിൽ അങ്ങനെ ഒരു സാഹസത്തിന്റെ ആവശ്യമില്ലല്ലോ. നന്നായി ഓർമ്മളത് പറഞ്ഞത്. ചില സംശയങ്ങൾ സംശയങ്ങളായി തന്നെ ഇരിക്കട്ടെ. ഇനി അതെങ്ങാനും സത്യമായി കഴിഞ്ഞാ അതിനേക്കാളും വലിയ നിർഭാഗ്യം വേറെയില്ല. നിനക്ക് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഒന്ന് സൂക്ഷിച്ചോ നീ. ഇവൻ എന്നെ നല്ല സംശയമുണ്ടല്ലോ. നിന്റെ സൗഭാഗ്യത്തെ തുടച്ചു മാറ്റുന്ന പ്രളയം ഏതു രൂപത്തിൽ അത് എത്തുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഏതു ദിക്കിൽ നിന്ന് അത് വരുമെന്നും പ്രതീക്ഷിക്കാനാവില്ല. ഇവളെന്തിനാ എന്റെ റൂമിലേക്ക് പോകുന്നു?
അല്ല എന്താ വൈദേഹി? വരുൺ എന്താ ഇവിടെ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടല്ലേ. വൈദേഹി എന്താ ഇവിടെ? ഇതെന്റെ ബെഡ്റൂം അല്ലേ? സോറി വരണേ, എന്തോ ആലോചിച്ചുകൊണ്ട് അറിയാതെ കയറിയതാ ഞാൻ. എന്റെ ഭഗവാനെ, അവളൊന്നും കണ്ടില്ല. ഈ പർദ്ദയെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവളെന്നെ കൈയോടെ പിടികൂടിയാണ്. വരണേ, ഞാനിങ്ങനെ മുറിയിലേക്ക് വന്നേ. വൈദേഹി, പടി കയറി ഇടതുവശത്തായിട്ടാണ് നിന്റെ മുറി. വലതുഭാഗത്ത് എന്റെ ബെഡ്റൂം അല്ലേ? എന്തൊക്കെയോ ആലോചിച്ച് വന്നപ്പോൾ ഇടതുവശത്തേക്ക് പോണതിന് പകരം വലതുവശത്തേക്ക് മാറിപ്പോയതാ. ശരി, ഞാൻ ഓർക്കുന്നില്ല. വരുൺ എന്താ എന്നെ കണ്ടതും വല്ലാതെ പേടിച്ചതുപോലെ? പേടിയാ? അങ്ങനെയൊന്നുമില്ല, തോന്നലാ അത്. അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ആ കള്ളം പിടിക്കപ്പെട്ടപ്പോ ഇതുപോലെ പേടിക്കുന്ന ഞാൻ കണ്ടതാ. ഇപ്പൊ അതേ പേടിയാ വരുണിന്റെ മുഖത്ത് ഞാൻ കാണുന്നത്. അയ്യോ, എന്തേത് വൈദേഹി? അതൊക്കെ തോന്നുന്നതാ. അത് പിന്നെ അതെന്താന്ന് എനിക്കറിയാം. ഇതുവരെ പെണ്ണിനെ അറിയാത്തൊരു ബ്രഹ്മചാരിയല്ലേ വരുൺ. അപ്പൊ ആദ്യമായിട്ട് സുന്ദരിയായൊരു പെണ്ണ് റൂമിലേക്ക് കയറിയതും ആള് വല്ലാണ്ട് പേടിച്ചു പോയെന്ന് അത് തോന്നുന്നു. ശരിയാ. താങ്ക്സ്, രക്ഷപ്പെടുത്തിന്. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിന്നെ രക്ഷിക്കാൻ ആ ദൈവത്തിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. സൂക്ഷിച്ച നിനക്കുള്ള ഇവിടെ എല്ലാവരുടെയും കണ്ണ് നിന്റെ നേരെ മാത്രമാ. അതുകൊണ്ട് ഇനി വേണ്ടാത്ത പണിക്ക് പോണ്ട. ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ വീണ്ടും ഒരു തെറ്റ് ചെയ്യൂ? ഒരിക്കലും ഇല്ല ഊർമിള. ഇന്നലെ മോഷ്ടിക്കാൻ വന്നത് ഞാനാണെന്ന് ആരും അറിയാതിരുന്നാ മതി. ദേവാ, ഹായ്. ഹായ്, എന്തൊക്കെയാടാ? സുഖായിരിക്കുന്നോ? ഹൗ ആർ യു? സുഖായിരിക്കുന്നോ? ഹേ, വാട്സാപ്പ്. നീ എന്താടാ ഈ വഴിക്കൊക്കെ? ഇങ്ങനെ പരസ്യമായിട്ട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയാ? നീ എന്തിനാ വന്നേ? ഞാനും അതിൽ തന്നെ വന്നതാ. പഴം മേടിക്കാൻ വന്നാണോ? ഒന്ന് ചുമ്മാ ഇരിക്കടാ. കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ഇങ്ങനെയുള്ള കടയില് പഴം മേടിക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ. കുറച്ച് മുല്ലപ്പൂ മേടിക്കാനാന്നേ. എന്റെ ലൈഫിൽ നിന്റെ അത്രയും റൊമാൻസ് ഇല്ലടേ. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ഇന്ദു അമ്മയ്ക്ക് ഇച്ചിരി നല്ല പഴം വാങ്ങിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. മോനെ, കുറച്ച് കർപ്പൂര വലിയ പഴം എടുത്തോ. എനിക്ക് കുറച്ച് മുല്ലപ്പൂ. ഓക്കെ സാർ. എത്ര സാറേ? ഒരു 2 കിലോ മതി. ഓക്കെ സാർ. എനിക്കൊരു കൊട്ട നിറച്ചും പൂ വേണം. ഓക്കെ സാർ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ.